ഈ നീറ്റ് ആസ്പിരൻസ് ഒക്കെ വേറിഡ് ആയിട്ടിരിക്കുന്ന ഒരു കാര്യം പറയട്ടെ, ബാക്ക്ലോഗ്സ്. പഠിക്കാതെ കുറേ ചാപ്റ്റേഴ്സ് ലാഗ് ആയിട്ട് അവസാനം ഈ സിലബസ് ഒക്കെ പൈലപ്പായി എക്സാമിന് ഇതൊക്കെ പഠിക്കാതെ പോയിട്ട് അവിടെ ഇരുന്ന് മൂഞ്ചണോ എന്നുള്ള വെറിയിലായിരിക്കില്ല നിങ്ങൾ എല്ലാവരും. ബട്ട് ഡോണ്ട് വറി, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബാക്ക്ലോഗ്സ് എങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ക്ലിയർ ചെയ്യും, എന്തിനൊക്കെ പ്രിയോറിറ്റി കൊടുക്കണം, പ്രിയോറിറ്റി കൊടുക്കേണ്ട എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് പറയുന്നതായിരിക്കും. ഹായ്, ഐ എം അഫ്ര, തേർഡ് ഇയർ MBBS സ്റ്റുഡന്റ് അറ്റ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്. കൂടുതൽ നീറ്റ് ആസ്പിരൻസും ചെയ്യുന്ന മിസ്റ്റേക്കാണ് നിങ്ങൾ ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യാതെ അത് കുറേ കാലം അവിടെ കിടക്കും. ചില കുട്ടികളാണെങ്കിൽ ബാക്ക്ലോഗ് മാത്രം പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോഴത്തെ കറന്റ് ഓടിക്കൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് പഠിക്കൂല, അത് വീണ്ടും ഒരു ലൂപ്പ് ആവും. അപ്പൊ ഈ ലൂപ്പ് ഇങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതൊക്കെ എൻഡ് ചെയ്യണ്ടേ? ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണുന്ന മുതൽ നിങ്ങൾ ഇത് കംപ്ലീറ്റ് ആക്കാൻ, ഓരോ ചാപ്റ്ററും എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും എന്നുള്ള ഒരു കാര്യം മനസ്സിലാവും. സ്റ്റെപ്പ് 1, ആക്സെപ്റ്റ് ആൻഡ് പ്രിയോറിറ്റൈസ്. ഫസ്റ്റ് നിങ്ങൾ ആലോചിക്കുന്നത് ഡോണ്ട് പാനിക്. ഈ ബാക്ക്ലോഗ്സ് എന്ന് പറഞ്ഞാൽ വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഈവൻ ടോപ്പേഴ്സിന് പോലും ബാക്ക്ലോഗ്സ് ഉണ്ട്. പക്ഷെ അത് അവർ കറക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവർ നന്നായിട്ട് മാർക്ക് വാങ്ങുന്നതും റാങ്ക് വാങ്ങുന്നതും. അപ്പൊ ആദ്യം നിങ്ങൾ ആലോചിക്കേണ്ടത്, ഓക്കെ, ബാക്ക്ലോഗ്സ് വളരെ നോർമലാണ്, എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. രണ്ടാമത് പ്രയോറിറ്റി. നിങ്ങൾ ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണോ പഠിക്കാത്തത്, ഏതൊക്കെ ചാപ്റ്റേഴ്സിലാണോ ക്വസ്റ്റ്യൻസ് ചെയ്യാത്തത്, നിങ്ങൾക്ക് നല്ല ബോധ്യം ഉണ്ടാവണം. അപ്പൊ ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൽ ഏത് ചാപ്റ്ററാണോ നിങ്ങൾക്ക് തീരെ അറിയാത്തത്, നിങ്ങൾ വീക്ക് ആയിട്ടുള്ളത്, അതിനുള്ള ടൈം സ്ലോട്ട് നിങ്ങൾ കൊടുക്കണം. അപ്പൊ വീക്ക് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് തിരഞ്ഞെടുക്കുക. അതിൽ എത്ര കോൺസെപ്ച്വൽ വെയിറ്റേജ് ഉണ്ട് എന്നുള്ളത് നോക്കുക. അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റിന് ഇത്ര വെയിറ്റേജ് ഉണ്ട്, ക്വസ്റ്റ്യൻസ് ഇത്ര ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ നീറ്റിന് ഒരു 3-4 ക്വസ്റ്റ്യൻസ് ഈ ചാപ്റ്ററിന് ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ അല്ലേ. അപ്പൊ അങ്ങനെ കറക്റ്റ് പ്രയോറിറ്റി ചെയ്തിട്ട് വേണം ഓരോ ചാപ്റ്റേഴ്സും ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വിചാരിക്കും ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന ചാപ്റ്റർ, അതിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, കമ്പൈൻഡ് ആയിട്ട് കോൺസെപ്റ്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ അത്യാവശ്യം പ്രയോറിറ്റി കൊടുക്കേണ്ട ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്റർ എഴുതിയെടുക്കാം. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ എനിക്ക് കുറച്ചും കൂടെ ടൈം കൊടുക്കണം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ടൈം കൊടുക്കേണ്ട, ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. നിങ്ങൾക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് ടൈം കൊടുക്കേണ്ടത്, കൊടുക്കാണ്ടത് എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ട് വേണം എഴുതി വെക്കാൻ വേണ്ടി. ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്, നിങ്ങളെ ചാപ്റ്റേഴ്സ് മൊത്തം എഴുതി വെക്കുക. ഇങ്ങനെ എഴുതി വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഹൈ പ്രിയോറിറ്റി, മീഡിയം പ്രിയോറിറ്റി, ലോ പ്രിയോറിറ്റി എന്ന് പറഞ്ഞാൽ 3 കാറ്റഗറി കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നീറ്റ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് അധികം ടൈം ഇതിങ്ങനെ കാറ്റഗറൈസ് ചെയ്യാൻ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ലാസ്റ്റ് ആകുമ്പോഴേക്ക് നിങ്ങൾ നല്ല ബിസി ആയിരിക്കും. ഫസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി ഏതൊക്കെ ചാപ്റ്റേഴ്സിനാണ് കൂടുതൽ ടൈം കൊടുക്കേണ്ടത്, ഏതിനത്ര ടൈം കൊടുക്കേണ്ട എന്നുള്ളത്. സ്റ്റെപ്പ് 2, ഫോളോ അപ്പ് റൂൾ, അല്ലെങ്കിൽ 70-30 റൂൾ എന്ന് നമ്മൾ പറയും. നിങ്ങൾ ശരിക്കും എന്താ ചെയ്യുക? ചില ആൾക്കാരുണ്ടാവും വെക്കേഷൻ ആവുന്ന സമയത്ത് കറന്റ് പോയിക്കൊണ്ടിരിക്കുന്ന സ്റ്റഡീസ് ഒക്കെ നിർത്തി വെച്ചിട്ട് ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യാന്ന് വിചാരിച്ചിട്ട് കുറെ ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പൊ ഈ കറന്റ് പോകുന്ന ചാപ്റ്റേഴ്സ് വീണ്ടും ബാക്ക് ആവും. അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ് ഉണ്ടാവില്ല. ഈ 70-30 റൂളിൽ പോവാ. 70% ഓഫ് ടൈം നമ്മൾ എന്ത് ചെയ്യുക, കറന്റ് നടന്നുകൊണ്ടിരിക്കുന്ന ചാപ്റ്റേഴ്സ്, നിങ്ങൾക്ക് ഏതൊക്കെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഏതാണ് അത് പഠിക്കുക, അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ബാക്കി 30% ഓഫ് ടൈം നിങ്ങൾ അലോട്ട് ചെയ്യേണ്ടത് ബാക്ക്ലോഗ്സിനാണ്. അപ്പോൾ രണ്ടും, ഒരു ദിവസം നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കറന്റ് പോയിക്കൊണ്ടിരിക്കുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം, അതിന്റെ കൂടെ തന്നെ 30% ടൈം നിങ്ങൾ എന്ത് ചെയ്യുക, മറ്റേതിന് കൊടുക്കുക. ബാക്ക്ലോഗ്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ ഷെഡ്യൂൾ ചെയ്യുക. ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാൻ കാരണം അത് നിങ്ങൾ ഓരോരുത്തരുടെ ടൈം പറഞ്ഞുകൊണ്ടാണ്. പ്ലാനർ ഉണ്ടാക്കുന്ന വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തതാണല്ലോ. അപ്പോൾ അതിൽ നിങ്ങൾ പോയിട്ട് ആ വീഡിയോ കണ്ടിട്ട് പ്ലാനർ ക്ലിയർ ചെയ്യുന്ന സമയത്ത്, അത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ നിങ്ങൾ കറക്റ്റ് എവിടെയൊക്കെ കൊടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് തീരുമാനിക്കാം. അപ്പോൾ ഈ 70-30 റൂൾ നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ചാപ്റ്റർ തന്നെ നിങ്ങൾക്ക് ലാഗ് ആവും. സ്റ്റെപ്പ് 3, മൈക്രോ പ്ലാനിങ്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എന്താണ് ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ, ഈ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഒക്കെ പോലത്തെ ചാപ്റ്റർ ഭയങ്കര വലിയ ചാപ്റ്ററാണ്. അപ്പോൾ അത് ഒരു ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസം കൊണ്ടോ നിങ്ങൾക്ക് തീർക്കാൻ പറ്റില്ല. അതിന് പകരം ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യുന്ന സമയത്ത് ഒരു ചാപ്റ്ററിന്റെ കുഞ്ഞു ടോപ്പിക്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ കുളോംസ് ലോ, അപ്പോൾ കുളോംസ് ലോയിൽ ഒരു 30-40 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ക്ലിയർ ചെയ്യുക, കറക്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് മനസ്സിലായി. ചാപ്റ്റർ കംപ്ലീറ്റ് എടുക്കുന്നതിന് പകരം മൈക്രോ ഗോൾസ്, കുഞ്ഞു ഗോൾസ് സെറ്റ് ചെയ്യുക, അത് ക്ലിയർ ചെയ്യുക. അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വളരെ സന്തോഷമായിരിക്കും. വലിയ ചാപ്റ്ററിലെ കുഞ്ഞു ടോപ്പിക്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെ വേണം ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമുക്ക് ഇതും ഒരു ബേർഡൻ ആയിട്ട് തോന്നും, പിന്നെ ഓൾറെഡി പോയിക്കൊണ്ടിരിക്കുന്ന ചാപ്റ്ററും ബേർഡൻ ആയി നോക്കും. അപ്പം മൈക്രോ പ്ലാനിങ് കേട്ടോ. അപ്പം ചില സമയത്ത് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ കംപ്ലീറ്റ്ലി പഠിച്ചെടുക്കാനുള്ള സമയം ഉണ്ടാവില്ല. ഇപ്പം മന്ത്ലി ടെസ്റ്റ് ഒക്കെ വരുന്ന സമയത്താണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിക്കാത്ത ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൽ ഏതൊക്കെയാണോ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളത് ആ കോൺസെപ്റ്റ് മാത്രം പഠിക്കുക, വീണ്ടും അതിൽ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ മന്ത്ലി ടെസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അതൊരു കോൺഫിഡൻസ് ആവും. അതുപോലെ ചില ചാപ്റ്റേഴ്സിൽ ചില കോൺസെപ്റ്റ് മാത്രമായിരിക്കും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഫുൾ ടൈം വീണ്ടും അത് മൊത്തം വായിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. മെയിൻ പോയിന്റ്സ് മാത്രം പഠിച്ചിട്ട് അതിലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് സൊല്യൂഷൻസ് കിട്ടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ പഠിച്ചോളും. അപ്പോൾ ഈ ആക്റ്റീവ് റീകോള്, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതൊക്കെ ആ ഒരു മെത്തേഡും കൂടെ അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം. ഇനിയുള്ളതാണ് എല്ലാ വീക്കിലും നിങ്ങൾക്ക് എന്തായാലും ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യണ്ടാവില്ല കുറച്ചായിട്ട്. അവസാനം ആ സൺഡേ ആ വരുന്നൊരു വീക്കിൽ ഇപ്പോൾ ഒരു സൺഡേ നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ സൺഡേ ഒരു 2 മണിക്കൂർ നിങ്ങൾ ഈ ബാക്ക്ലോഗൊക്കെ ആയിട്ട് തന്നെ വെക്കണം.
ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 70-30 റൂള്. അതിൽ ആ 30% നിങ്ങൾക്ക് ഒരു പക്ഷെ എല്ലാ ഡെയിലി ദിവസവും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ചിലപ്പോൾ മാറ്റി ഷെഡ്യൂളൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ സൺഡേയിൽ ഈ 2 മണിക്കൂർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ ഒരു വീക്കിലെ ബാക്ക്ലോഗ് നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടും. ഇത് വീണ്ടും അതൊരു ബേർഡൻ ആയിട്ട് നെക്സ്റ്റ് വീക്കിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഓരോ വീക്കും നിങ്ങൾ നോക്കുന്ന സമയത്ത് ആ വീക്കിൽ നിങ്ങൾ വിചാരിച്ച ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റണം. നിങ്ങൾ ഉണ്ടാക്കിയ ഷെഡ്യൂൾ നിങ്ങൾക്ക് കറക്റ്റ് ഫോളോ ചെയ്യാൻ പറ്റണം കേട്ടോ. അതിന് എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ള കഴിവൊന്നുമില്ല. നിങ്ങൾക്ക് സ്വന്തം ഉള്ളിൽ ഫയർ വേണം, എനിക്കിത് നേടണം, എനിക്കിത് കിട്ടണം എന്നുള്ളൊരു ഫയർ വേണം, എന്നാലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു ഷെഡ്യൂൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതെന്തായാലും കംപ്ലീറ്റ്ലി അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യും. എനിക്ക് നീറ്റ് കിട്ടണം, എനിക്ക് MBBS മെഡിക്കൽ കോളേജിൽ കയറണം എന്നുള്ളിൽ ഒരു ഡിറ്റർമിനേഷൻ വേണം. അതെനിക്ക് നിങ്ങൾക്ക് തരാനൊന്നും പറ്റില്ല. അത് നിങ്ങൾക്ക് സ്വന്തം ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. അത് എത്ര മോട്ടിവേഷൻ കേട്ടാലും നിങ്ങൾക്ക് പറ്റില്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിക്കുക, ഓക്കെ എനിക്ക് ഇതെന്തായാലും ഇത് എനിക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ എനിക്ക് വേണ്ടി പഠിക്കുന്നതാണെന്ന് വിചാരിച്ച് പഠിക്കുക. അപ്പം നിങ്ങൾ ആ പ്ലാനിനോട് എന്തായാലും സ്റ്റിക്ക് ഓൺ ചെയ്യും. ആ ഷെഡ്യൂൾ നിങ്ങൾ എന്തായാലും സ്റ്റിക്ക് ചെയ്തിട്ട് അവസാനം വരെ പഠിക്കുകയും ചെയ്യും. ആ ഒരു മൂഡ്, ആ ഒരു മോട്ടിവേഷൻ, നിങ്ങൾ സ്വന്തം സെൽഫ് മോട്ടിവേഷൻ, കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കണം. ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം, ഒരിക്കലും നീറ്റ് നമുക്ക് കംപ്ലീറ്റ് എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചിട്ട് പോയി എഴുതാനൊന്നും പറ്റൂല. ഉണ്ടാവുന്ന ബാക്ക്ലോഗ്സ് നമ്മൾ കറക്റ്റ് സ്ട്രാറ്റജിക്കലി കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നൊക്കെ ഉള്ളതാണ് കാര്യം. അല്ലാതെ കുറേ വിവരം ഉണ്ടായിട്ട് ഒരിക്കലും നമുക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാനൊന്നും പറ്റൂല. എങ്ങനെ ഒരു എക്സാം അറ്റൻഡ് ചെയ്യണം, ആ എക്സാം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കണം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് വൃത്തിക്ക് എഴുതാൻ പറ്റണം, നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് റിവൈസ് ചെയ്തിട്ട് ഓർമ്മയിൽ ഉണ്ടാവണം. അതാണ് മെയിനായിട്ട് നീറ്റിന്റെ ഗോള്. അപ്പൊ ആ ഒരു കാര്യങ്ങൾ നമ്മൾ ആ ഒരു സ്കിൽ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഒരു 6 months നമ്മൾ ഈ ഒരു കറക്റ്റ് ആ ഒരു കാര്യത്തിലൂടെ, ആ ഷെഡ്യൂളിലൂടെയും പ്ലാനിലൂടെയും പോയി കഴിഞ്ഞാൽ മാത്രമേ പറ്റുള്ളൂ. അതിനുള്ള അങ്ങനെയുള്ള ആൾക്കാരാണ് നീറ്റ് ക്രാക്ക് ചെയ്ത് വരുന്നത്. അപ്പം അല്ലാതെ ഞാൻ ഇത്രയും പഠിച്ചിട്ടില്ല, ഞാൻ പുറത്ത് ഔട്ട് ഓഫ് ടോപ്പിക് നോക്കിയിട്ടില്ല എന്നൊന്നും വിചാരിക്കേണ്ട. നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവണം. അതിനാണ് നമ്മൾ റീകോൾ മെത്തേഡും റിവിഷനൊക്കെ ചെയ്യാൻ പറയുന്നത്. അപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേറെ ടോപ്പിക്സ് വന്നെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിലൊക്കെ നിങ്ങൾക്ക് ചെയ്യാനുള്ള സ്പീഡ് കൂട്ടിയെടുക്കുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ള കാര്യം. ടൈം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടാണ് കുറേ കുട്ടികൾ വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ടൈം കൂട്ടണമെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻസ് കുറേ ചെയ്തുകൊണ്ടിരിക്കണം. അല്ലാതെ കുറേ കോൺസെപ്റ്റ് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യം നിങ്ങൾ വൃത്തിക്ക് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഞാൻ എൻ്റെ മെയിനായിട്ടുള്ള ഞാനൊക്കെ എങ്ങനെയാണ് ബാക്ക്ലോഗ് ക്ലിയർ ചെയ്യുന്നുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. സോ ഇനിയും നീറ്റിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്യാം. എന്തെങ്കിലും കൺസേൺ ഒക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ ഇടാം കേട്ടോ. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോ അതിനെക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. +2 പഠിക്കുന്ന കുട്ടികളാണെങ്കിലും നീറ്റിനൊക്കെ പഠിക്കുന്ന കുട്ടികളാണ്, അവർക്കൊക്കെ ഷെയർ ചെയ്യാം. നിങ്ങളുടെ റിലേറ്റീവ്സിനും കസിൻസിനൊക്കെ ഷെയർ ചെയ്യാം. താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ ആൻഡ് താങ്ക് യു. ബൈ.